ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറേ അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നാക്കുന്ന പരിപാടിയാണ്. ഇതിൻ്റെ തലേന്നും കളയൂല കേട്ടോ, നല്ല ടേസ്റ്റുള്ള അയിലേനെ. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് തലയും വാലൊക്കെ മാറ്റിയിട്ട് പൊരിച്ചെടുക്കാണ്. നല്ല ടേസ്റ്റുള്ള അയില കേട്ടോ. മത്തിൻ്റെ പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. മത്തി പനഞ്ഞുള്ള മത്തി നോക്കി വാങ്ങുകയാണെങ്കിൽ നല്ല ടേസ്റ്റാവും കേട്ടോ. ആ ഉണ്ട മത്തി അത് വാങ്ങിയാൽ മതി. അതുപോലെ തന്നെ അയില, വലിയ അയില, അതാ ടേസ്റ്റ് ചെറുക്കിനേക്കാൾ. അപ്പോൾ ചെറിയ അയിലൻ്റെ ഒക്കെ തല ഞാൻ കളയാറുണ്ട്. ഇത് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളയുന്നില്ല കേട്ടോ. ഇങ്ങനെ മീൻ നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. മീൻ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ മഴ പെയ്താൽ തവളകളുടെ ശല്യം കിട്ടും. ഇവിടെ കിണറുണ്ട്, ഉപയോഗിക്കാത്ത കിണറാണ്, അതിൽ വെള്ളമില്ല. അപ്പോൾ അതൊരു പൊട്ടക്കിണറായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്താൽ വെള്ളം നിറയും. ആ സമയത്ത് തവളകൾ കയറി നിരങ്ങും. ഭയങ്കര ശല്യമാണ് കേട്ടോ. അടുക്കളയ്ക്ക് ഭയങ്കര സൗണ്ടാണ് തവളകളെ. വേറെ ഒരു ഒച്ചയും കേൾക്കില്ല കേട്ടോ. അത്രക്ക് സൗണ്ടാണ് തവളകളും ഇങ്ങനെ കരയുന്ന സൗണ്ട്. മഴ പെയ്താൽ മാത്രമല്ല, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, അതാണ് ഇപ്പോൾ തവളകൾ കരയുന്ന സൗണ്ട്. നിങ്ങൾ അടുക്കളൻ്റെ അടുത്താണ് കിണറ്, അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് അടുക്കളയ്ക്ക്. ഒരു ചെവിക്കൊന്നൊരു സ്വൈര്യമില്ലാത്ത പോലെ. അപ്പം അതിൻ്റെ ഇടയിൽ റംബുട്ടാനൊക്കെ തൊലിച്ച് തിന്നിന്ന് കേട്ടോ. റംബുട്ടാൻ മാമ്പ് കുറേ ഉള്ള പോലെ തോന്നി. തൊലിക്കാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ കഴിക്കുമ്പോൾ തീരെ അല്ല കേട്ടോ, കുറച്ചുള്ളൂ. അതിൻ്റെ തൊലിയാണത്. തൊലി എന്താ കുറേ ഉണ്ട് തോന്നുന്നു. പക്ഷേ തൊലിച്ച് കഴിഞ്ഞപ്പോൾ ആകെ 20 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫുള്ള് തൊലിച്ച് കൊണ്ടുവന്നത് അപ്പം തന്നെ തൊലിച്ചിങ്ങാണ്ട് കഴിച്ചു കേട്ടോ. പിന്നെ മീൻ മസാല വെട്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. പപ്പടം പൊരിക്കുന്നുണ്ട്. പപ്പടം പൊരിക്കുന്നത് നമുക്ക് പൊരിച്ച പപ്പടം കഴിക്കാനല്ല കേട്ടോ, ഇതുകൊണ്ട് കറി ഉണ്ടാക്കാനാണ്. ആരെങ്കിലുമൊക്കെ എങ്ങനത്തെ കറി ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന കറി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ചക്കയുണ്ടോ, ഇത് ഞാൻ ഈ മീഷോന്ന് മേടിച്ചതാണ്. നമ്മളെ വൈറലായിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നല്ല ഉറപ്പുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ചക്കയാണ് കേട്ടോ. അതിൻ്റെ പുറത്തത്തിൻ്റെ അവിടെ ഒരു സ്ക്രൂ പോന്നിരുന്നു, അത് പിന്നെ ഞങ്ങൾ തന്നെ വെച്ചു. പിന്നെ ബാക്കിയൊക്കെ ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് പുറത്തും ഒക്കെ നല്ല ബലമുള്ള ഒരു എന്താ പറയുക, നല്ല ഉറപ്പുള്ള ചട്ടി. 300 രൂപക്കൊക്കെ നല്ല ലാഭമാണ് കേട്ടോ. അപ്പം ഞാനിതിൽ ആദ്യം ചെയ്ത് നോക്കുന്നത് ഉള്ളി തൂമിക്കാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ പപ്പടങ്ങളുടെ കറിയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി തൂമിക്കാട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിലുണ്ടാക്കുകയാണ്. ഇത് മയക്കണോ വേണ്ടേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ നല്ലോണം അത് കഴുകി എന്നിട്ട് ഉള്ളി തൂക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഉറുമ്പ് ശല്യം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉറുമ്പ് ശല്യം ഉണ്ടോ? മഴക്കാലത്തുള്ള ഒരു ഉറുമ്പാണ്, വലിയൊരു ഉറുമ്പാട്ടോ. അത് മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഉണ്ടാവലുണ്ട്, പക്ഷേ മഴക്കാലത്ത് കുറച്ചധികമാണ് തോന്നണം. അങ്ങനെ നമ്മളുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടത്താളിപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പറയും. അപ്പോൾ എനിക്ക് ഉപ്പിട്ടെടുത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ആ കഞ്ഞിവെള്ളം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ച പപ്പടം തിരികെ ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പപ്പടം എത്തിയതിന് ശേഷം അടച്ചു വെക്കുക. പിന്നെ കഴിക്കാൻ നേരത്ത് തുറന്നുങ്ങാണ്ട് ചോറിലൊക്കെ പറഞ്ഞ് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം മീനിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല വിലയും കിട്ടും ഇപ്പോൾ മീനിന്. അങ്ങനെ നമ്മളുടെ മീശോ ചട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം കേട്ടോ, വാങ്ങുന്നവർക്കൊക്കെ വാങ്ങാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് പാടത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പാടം കാണാൻ, മഴ പെയ്തുകൊണ്ട്. പക്ഷെ നെല്ലും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ, വെറും പൊന്തിങ്ങാടുമാണ്. എന്നാലും കാണാൻ നല്ല രസം. അവിടെ ഒരു അംഗൻവാടി ഉണ്ട് കേട്ടോ, അതാണ് കാണുന്നത്. എൻ്റെ മക്കളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച അംഗൻവാടിയാണത്. പിന്നെ ഇവിടെയൊക്കെ പുല്ലും പന്തയും മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവാൻ പേടിയായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ചെറിയൊരു കുഴിയുണ്ട്, അതിൽ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ ഒരു ചാലൊക്കെ ഉണ്ട്. മീനുകളുണ്ട് കേട്ടോ അതിൽ, ചെറിയ മീനുകളാണ്.
അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നോക്കി നിന്നതാ. നല്ല രസമുണ്ട്, വെള്ളത്തേക്ക് ഇറങ്ങാനൊരു മടിയുണ്ട്, എന്നാൽ ഇറങ്ങാൻ തോന്നണമുണ്ട്. അതാണ് അവസ്ഥ. ചെറുപ്പത്തിലൊക്കെ മീൻ പിടിക്കാനൊക്കെ പോയെന്നോട്ടോ ഞാൻ. ഇപ്പം അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഒഴിവില്ല, പിന്നെ മടിയാണ്. അങ്ങനെ ഞങ്ങൾ അയൽവാസികൾ ഒരുമിച്ച് പോയതാട്ടോ പാടത്തേക്ക്. ഫോട്ടോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പോയതാ. ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യം വലിയൊരു കുളമാണ്. ഇവിടെ ഒരു കുട്ടി മുങ്ങി മരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ കുളം ഇപ്പോൾ ഇങ്ങനെ ആയിട്ടോ, വെറും ഒരു ചാല് മാത്രം, പിന്നെ ചെറിയൊരു കുഴിയായി മാറിയതാ. ഇതിലൂടെ നടക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്ര വെള്ളമുള്ളൂ കേട്ടോ. ആദ്യം നീന്തൽ പഠിക്കാനൊക്കെ ഇവിടെ കുട്ടികൾ വന്നിരുന്നു. പിന്നെ കുറേ മുന്നേ അത് വലിയൊരു കുളമായിരുന്നു. അന്നാണ് ആ കുട്ടി ഇതിൽ മുങ്ങി മരിച്ചത്. ഒരടുത്തുള്ളൊരു കുട്ടി തന്നെ മീൻ പിടിക്കാൻ വന്നതാണ് ആ കുട്ടി. ഉച്ച സമയത്ത് വീട്ടുകാരൊക്കെ കിടന്നുറങ്ങിയ സമയത്താണ് കേട്ടോ ആ കുട്ടി ഇവിടെ വന്നത് മീൻ പിടിക്കാൻ. ആദ്യം അതിനെക്കൊണ്ട് വീട്ടുകാർ വന്നിരുന്നു. വീട്ടുകാരപ്പോൾ ആദ്യം വന്നിട്ട് മീൻ പിടിച്ച് പോയിട്ട് ആ കുട്ടിക്ക് അതിൻ്റെ രസം തോന്നിയപ്പോൾ പിന്നെ ആരും കാണാതെ കുട്ടി വന്നതാട്ടോ, ഒറ്റയ്ക്ക് വന്നിട്ട്. പിന്നെ കുട്ടീനെ കാണാതായപ്പോൾ വീട്ടുകാർ വന്ന് തിരഞ്ഞു നോക്കിയതാ. അപ്പത്തിന് മരിച്ചു കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു കഥ കൂടി ഈ കുളത്തിനുണ്ട് എന്നാണ് പറയുന്നത്. കുളം ഇപ്പം ഇങ്ങനെ നമുക്കിത് കൂടെ നടക്കാനൊക്കെ പറ്റും. ചെറിയൊരു കുഴി മാത്രമാണ്, ചാലും അങ്ങനെ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. വേണമെങ്കിൽ തിരുമ്പാനൊക്കെ വരാം, അതിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ചെറുതായിട്ട് നീന്തൽ പഠിക്കാനും പിന്നെ വെറുതെ വെള്ളത്തിൽ കളിക്കാനൊക്കെ അതിനൊക്കെ നിർത്താൻ പറ്റുക. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ താത്താൻ്റെ മോളുടെ കുട്ടീനെ കാണാൻ പോയി. പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിന് ഉടുപ്പൊക്കെ എടുത്തിട്ട് പോയിട്ടോ. ഏത് എടുത്താലും പറ്റണില്ല, നല്ല പോപ്പീസിൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ ഒന്നും അവിടെ ബോധിക്കണില്ല കേട്ടോ. മോഡൽ പറ്റണില്ല. അങ്ങനെ കുറേ നോക്കി അവസാനം ആദ്യം കണ്ടത് എന്നെ എടുത്തു. ചന്തം ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കണ്ട് പറ്റണ്ടേ. എന്നിട്ട് കുറേ നേരം അതും ഇതൊക്കെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഒന്നിടത്ത് പോയിട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.